അതെ, അതിപ്പോ ആ സുശീലയെ ഇനി ഇങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക, അതാണ് പ്ലാൻ. അതൊന്നുമല്ല, വേറെന്തോ ഉണ്ട്. എന്താ ഏട്ടാ? അതെ, നിനക്ക് വേണ്ടി ഞങ്ങളൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട് ബിന്ദു. അവൻ താമസിക്കാതെ നിന്നെ പെണ്ണ് കാണാൻ ഇങ്ങോട്ടേക്ക് വരും. അത് ചുമ്മാ ആടി. പക്ഷെ ആളാരാണെന്ന് മാത്രം ചോദിക്കരുത്. അത് ഞങ്ങൾ നിനക്ക് തരുന്ന സർപ്രൈസാ. എന്നാലും അയ്യോടാ, ഒരു ക്ലൂ ഇല്ലടാ മോളെ. സുശീല ആന്റിനെ നൈസായിട്ട് ഒതുക്കിയതിന് ശേഷം ഞങ്ങൾ ബാക്കി കാര്യത്തിലേക്ക് കിടക്കും. അതുപോലെ ഒന്ന് പോയേട്ടാ. പിന്നെ സുശീലയോട് ഇനി മകന്റെ കല്യാണാലോചനയായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല, നമ്മളാ ഇന്ദ്രനെ ഓർത്തിട്ടാ. ശരിക്കും അവനിതിലൊരു മനസ്സറിവില്ലെന്ന എന്റെ ഒരു തോന്നല്. എങ്കി അവൻ അമ്മയോടൊപ്പം വരാനും പാടില്ല. സുശീലയുടെ ഉദ്ദേശം എന്താണെന്ന് അവനും അറിയാലോ. എനിക്ക് തോന്നുന്നത് ഇന്ദ്രേട്ടൻ തൽക്കാലം അമ്മയെ പിണക്കാതെ കൊണ്ടുപോകുന്നതാണെന്നാ. അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ടുണ്ടല്ലോ. അതെ, 15 ലക്ഷം ഇന്ദ്രന്റെ കൈ വരുന്ന ദിവസം അവൻ അമ്മയും കൂട്ടി വന്ന് ആ പണം ഇവിടെ ഏൽപ്പിച്ച ശേഷം ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നത്. എന്റെ അമ്മേ, അതുവരെ നമുക്ക് ക്ഷമിക്കാം. ഏതായാലും ഇതുവരെ സുശീലാന്റിയെ നമ്മൾ സഹിച്ചില്ലേ? ഇന്ന് വന്നാ അവര് കല്യാണം എപ്പം നടത്താൻ പറ്റുമെന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും സച്ചിയേട്ടാ? ആ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം സാവിത്രി. ചിലപ്പം ഇന്ന് തന്നെ ആ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കിയെന്ന് ഇരിക്കും. അതുപോലെ പോരെ? നീ മോളും അവരോട് സാധാരണ പോലെ പെരുമാറിയാ മതി. ബാക്കിയൊക്കെ ഞാനും ഗോകുലും നോക്കിക്കോളാം, അല്ലടാ? അതെ, ഓക്കെ. ഇന്നുകൂടി ഇന്ദ്രനെ മാനം കെടുത്താതെ നമ്മൾ നോക്കും. അവനും